പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ വെള്ളിയാഴ്ച ദിനം ഒരു വലിയ അനുഗ്രഹത്തിന്റെ ദിനമാകട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം 31:24. കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുന്നു, കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിനെ കാത്തിരിക്കുന്നവരെ, ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി പ്രതികൂലങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫെയ്ത്ത് തന്നെ എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് എന്ത് പോയി, ചിലപ്പോൾ മക്കളായിരിക്കും ചോദിക്കുന്നത്, അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം, അപ്പ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം, നമ്മുടെ ജീവിതത്തിൽ അധോഗതിയാണല്ലോ, അല്ലെങ്കിൽ ഒരു മേൽഗതി കാണുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില ചോദ്യങ്ങളും ചില ആശങ്കകളൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും ഇടിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. ഒരു നിശ്ചിത കാലത്തേക്ക് ഒരു പക്ഷേ കണ്ണുനീരിൻ്റെയും സങ്കടത്തിൻ്റെയും ഒരു വഴിയിലൂടെ ഒരു പക്ഷേ എനിക്ക് കടന്നു പോകേണ്ടി വന്നേക്കാം. എങ്കിലും എൻ്റെ യേശു കർത്താവ് എന്നെ നിത്യമായി ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു കൃപ, ഈ ഒരു വചനത്തിന്റെ അഭിഷേകം ഇത് കേൾക്കുന്ന, പ്രത്യേകിച്ച് മനസ്സിടിഞ്ഞ അവസ്ഥയിൽ കഴിയുന്ന ഓരോ മകനിലും ഓരോ മകളിലും സംഭവിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ നിങ്ങൾ വീഡിയോ ഒക്കെ കാണുന്നില്ലേ, കുറച്ച് പേരൊക്കെ ചോദിച്ചു, അച്ഛൻ ശബ്ദമൊക്കെ ആകെ ഇടിഞ്ഞു പോയിണ്ടായിരുന്നല്ലോ. അത് ശരിക്കും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ, ഇന്നലെ വ്യാഴാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും കർത്താവ് ക്രമപ്പെടുത്തി. ശരിക്കും ബുധനാഴ്ചയൊക്കെ ഭയങ്കരമായ രീതിയിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകളായിരുന്നു, നീരുവീഴ്ച, പനി, അങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് ശബ്ദമൊക്കെ ഇച്ചിരി ഇടിഞ്ഞു പോയത്. കുറേ ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ നന്ദി. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.